ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറച്ച് വിശേഷങ്ങളും റെസിപ്പിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. വീഡിയോ എല്ലാവരും മുന്നിട്ട് കണ്ടുവെക്കുക, കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ രാവിലെ ഫ്രഷ് ആവലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ മുമ്പ് ഒരു റഫീഖയ്ക്ക് ചായ വെക്കണം, റഫീഖയ്ക്ക് വാക്കുള്ള ചായ വെക്കണം, ചെറിയ എന്തെങ്കിലും കഴിക്കണം. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ. പിന്നെ കുറച്ച് പണികളും എല്ലാം ഉണ്ട് കേട്ടോ. അന്നത്തെ ദിവസത്തെ കുറച്ച് പണികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പണികളെടുക്കുമ്പോൾ ഓരോരോ പണികളായിട്ട് ചെയ്യാതെ ഇങ്ങനെ എന്താ പറയുക, എല്ലാത്തിലും പോയിട്ട് തലയിടും. എന്നിട്ട് വൈകുന്നേരമാവും പണി തീരാൻ. പെട്ടെന്ന് പണി തീരുകയില്ല എന്ന്. കാര്യം എത്ര നേരത്തെ എണീറ്റാണ്, ഇപ്പം പുലർച്ചെ 5 മണിക്കൊക്കെ എണീറ്റാലും അത് തന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് കുറച്ച് ലൈക്കും കുറച്ച് പേര് അതിൽ ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ. ഇപ്പോൾ ഇതാ ഈ ഒരു ഗ്ലാസ് ജാറില്ലേ, ടീ പോട്ട്, അത് അടുപ്പത്ത് വെച്ചാൽ പൊട്ടൂലേ, ചായ അടുപ്പത്ത് വെക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൊട്ടൂല കേട്ടോ, അത് അതിനായിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ ടീ പോട്ടാണല്ലോ, അപ്പോൾ നമുക്കത് അടുപ്പിൽ വെക്കാം, കുഴപ്പമൊന്നുമില്ല, പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. ഇത് ഞാൻ ഓൺലൈനല്ല, കുറേ പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജാംജുമെന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതിന് 600 രൂപയാണ് ആയത്. ഞാൻ നമ്മുടെ എന്താ പറയുക, ചൂരൽമല ആ ഒരു പ്രളയത്തിൻ്റെ ആ ഒരു സമയമല്ലേ, അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ മുന്നേ പർച്ചേസ് ചെയ്തതായിരുന്നു. പിന്നെ ഞാനതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ അതാ ഓർമ്മ വന്നപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ നല്ല ഈസിയാണ്. നമ്മൾ ചായയൊക്കെ മസാല ചായ, ജിഞ്ചർ ചായ അങ്ങനെയൊക്കെ ഉണ്ടാക്കൂലേ, മിൻ്റൊക്കെ ഇട്ടിട്ട്, അതിനൊക്കെ നല്ല ഈസിയാണ്. കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെള്ളം വെച്ചിട്ട് അത് തിളക്കാനാവുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു സംഭവമല്ലേ താഴെ നിൽക്കുന്നത് കണ്ടതില്ലേ, അതിലേക്ക് അതിൻ്റെ ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിലാണ് നമ്മൾ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ചായപ്പൊടിയും പഞ്ചസാരയും ഇതിലിട്ട് കൊടുത്താൽ ആ ഒരു നമുക്ക് അരിക്കുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടി പുറത്തേക്ക് പോകില്ല കേട്ടോ. പിന്നെ പാലൊഴിച്ച ചായ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അടച്ച് വെച്ചിട്ട് ആക്കിക്കഴിഞ്ഞാൽ അത് മുകളിലേക്ക് തിളച്ച് പൊന്തും. അപ്പോൾ ആ ഒരു അടപ്പില്ലാതെ കേട്ടോ ഞാൻ പാലൊഴിച്ച പാൽ ചായ അങ്ങനെയാണ് ഉണ്ടാക്കൽ. കട്ടൻ ചായ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കാൻ ഒന്നുകൂടെ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ചായ ഇന്ന് കട്ടനായിട്ട് ഉണ്ടാക്കിയത്, കാപ്പിയല്ല. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ കുക്കറിൽ ഞാൻ 3 എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ രാവിലത്തെ എന്താ പറയുക പരിപാടികളാണ് ഇതെല്ലാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്നാക്സ് ഉണ്ടാക്കും രാവിലെ, എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് മുന്നായിട്ട്. അപ്പോൾ അതൊരു ശീലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പണ്ട് ഞാൻ വെള്ളം മാത്രം കേട്ടോ കുടിക്കൽ. എനിക്കത് രാവിലത്തെ ചായ എണീറ്റ് കുറച്ച് കഴിയുമ്പോഴുള്ള ചായ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം എല്ലാവരും രാവിലെ എണീറ്റ് ഇങ്ങനെ ചായ ഇങ്ങനെ ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ടാവും. രാവിലെ ആദ്യം ആരാ എണീക്കുന്നത്, അവർ അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. എണീക്കുന്നത് ആരായാലും, ഇപ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള സമയത്ത് ഏട്ടനായാലും അങ്ങനെ ആരായാലും, ഇപ്പോൾ ഏട്ടൻ്റെ ഭാര്യ, ഏട്ടൻ, പുറത്തേക്കാണ്, അങ്ങനെ ആരാണെങ്കിലും എണീക്കുന്ന സമയത്ത് വേഗം ചായ വെച്ച് അത് ഫ്ലാസ്കിൽ വയ്ക്കും. പിന്നെ വരുന്നവർ ആ ചായയും എന്തെങ്കിലും അന്ന് റസ്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപ്പ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, അത് കൂട്ടിയിട്ട് കുടിക്കും കേട്ടോ. പിന്നെയാണ് ഓരോരുത്തർ ഓരോ പണിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ മാറുക. പിന്നെ ഡ്യൂട്ടിക്ക് പോകാനുള്ളവർ അതിനായിട്ട് ഇങ്ങനെ ഒരുക്കവും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ശീലം പിന്നെ ആദ്യം ഞാൻ കുടിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ ഇങ്ങനെ പറയുമായിരുന്നു, ഞാനിങ്ങനെ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ രാവിലെ തന്നെ ചൂടുവെള്ളമാണ് കുടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അവർക്കത് ഇഷ്ടാവില്ലല്ലോ. പിന്നെ നമ്മളും അതിലേക്ക് ആ ഒരു ശീലം വന്നു. ഞാനും ഇപ്പോൾ റഫീഖാനൊക്കെ പോലെ അത് നിർബന്ധമാക്കിയിട്ടോ. പിന്നെ
റസ്ക്കും അങ്ങനത്തെ ഒക്കെ മാറ്റിയിട്ട് ഇതുപോലെ നേന്ത്രപ്പഴവും അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ്സോ നട്ട്സോ എഗ്ഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കൂട്ടാ. ചായ നിർബന്ധമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും അപ്പോൾ ഇതാ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ ചായയൊക്കെ റെഡിയായി. അപ്പോൾ ഇതാ റഫീഖയ്ക്ക് ചായ കൊടുത്തു, നമ്മൾ കഴിക്കട്ടെ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ എണീറ്റാലുള്ള കുറേ ഗുണങ്ങൾപ്പെട്ട ഒന്നാണ് കേട്ടത്. നമുക്കിപ്പോൾ മക്കളുടെ കൂടെ ആയാലും ഹസ്ബൻഡിൻ്റെ കൂടെ ആയാലും ഇരുന്ന് രാവിലെ അതിനുള്ളൊരു ടൈമൊന്നും ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ 4 മണിക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കുന്നതിലും കുറച്ച് നേരത്തേക്ക് ഒരു അരമണിക്കൂർ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ എൻജോയ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇപ്പോൾ വേവിക്കാനുള്ള എന്തെങ്കിലും കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സിമ്മിലാക്കി വെച്ച് വന്നിട്ട് ഇതുപോലെ ഇരുന്ന് ആസ്വദിച്ചിട്ട് തന്നെ കുറച്ച് സമയം ഒരു 10 മിനിറ്റ് എടുത്തിട്ട് തന്നെ നമുക്ക് കുട്ടികളുടെ കൂടെയൊക്കെ ഇരുന്നിട്ട് സംസാരിച്ചിട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊക്കെയാണ് നമ്മൾ നേരത്തെ എണീക്കണം എന്ന് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് ഫുൾ ടൈം നമ്മൾ ജോലിയല്ല, ആ എണീറ്റപ്പം മുതൽ കയറുന്നവരെ നമ്മൾ ജോലിയല്ല. കാരണം ചിലപ്പം ചിലർക്ക് ഇങ്ങനെ ഒന്നും എണീക്കാതെ തന്നെ 8 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും എല്ലാം തീർക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, രണ്ടിൻ്റെ വ്യത്യാസം അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതാ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി എടുക്കട്ടെ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ ഫുൾ സിങ്ക് നിറഞ്ഞ് പിന്നെ അതൊരു മലയായിട്ട് മാറും. അപ്പോൾ അതിനിട വരുത്താതെ നമ്മൾ അപ്പം ഉള്ളത് അപ്പം തന്നെ അങ്ങ് കഴുകിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ സിങ്ക് കാലിയാക്കി, എപ്പോഴും സിങ്ക് കാലിയാക്കി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളും മൈൻഡിൽ നമുക്ക് കുക്കിംഗ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ അങ്ങ് നടന്നു പോകണം. ഞാൻ അങ്ങനെ ആയിട്ട് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം, പണികൾ ഒരു ഓർഡറിൽ പറ്റുന്നില്ല എന്നല്ല, എത്ര നേരത്തെ എണീറ്റാലും വൈകുന്നേരം വരെ അടുക്കളയിൽ തിരിഞ്ഞ് കളിക്കും. അങ്ങനെയാണ് ഉണ്ടാവും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ലക്ഷ്യബോധം ഇല്ല എന്ന് വേണം പറയാൻ. കാര്യം കിച്ചണിലെ ലക്ഷ്യബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ എന്താണ് ആദ്യം കുക്ക് ചെയ്യാൻ വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യുന്നത്, ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും എന്താണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക കേട്ടോ. ചെറുതായിട്ടെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ടാണ്, രാവിലെ എണീറ്റ് വന്ന് കിച്ചണിലേക്കൊക്കെ വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് എന്താ ഉണ്ടാക്കുക. എന്നിട്ട് വെറുതെ റഫീഖാനോടൊന്ന് ചോദിക്കും, എന്നിട്ട് അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, അങ്ങനെ മടിയും കൂടെ ഉണ്ടാവും. എല്ലാം കൂടായിട്ട് നമുക്ക് വെറുതെ ടൈം കളയോട്ടോ കിച്ചണിൽ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയും ഇതുണ്ടാക്കാം, എന്നാൽ കടല ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെങ്കിലും അത് ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ വെക്കുക. ഇപ്പോൾ എല്ലാവരും ഫ്രിഡ്ജൊക്കെ യൂസ് ചെയ്യുന്നവരല്ലേ. ഇനി ഫ്രിഡ്ജൊന്നും യൂസ് ഇല്ലെങ്കിലും കട്ട് ചെയ്ത് വെക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചാലില്ലേ നമ്മളെ കുക്കിങ് അങ്ങനെ ഞാൻ നേരത്തെ ആ കമൻറ്റിൽ പറഞ്ഞ അവരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അവർ മസ്റ്റായിട്ടും ഫോളോ ചെയ്യണം കേട്ടോ. എന്നാൽ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പം വൈകുന്നേരം വരെ കിച്ചണിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ളവരാണെങ്കിൽ തീരെ സ്പീഡില്ലാത്ത ഇതില്ലാത്തത് കൊണ്ടാണത്. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. പതുക്കെ നിങ്ങൾക്കത് നേരത്തെ ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു സുഖം, വേഗം തീർത്ത് പോകുന്നതിൻ്റെ കേട്ടോ. നമ്മൾ കിച്ചണിൽ കുറേ ടൈം നിൽക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തിട്ട്, അതായത് നമുക്ക് എന്ത് ചെയ്യണം, എന്തെല്ലാം ഞാൻ ചെയ്യുന്നുള്ള മൈൻഡിലുണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നെ നമ്മൾ സ്ത്രീകളാണ്, നമുക്ക് 2-3 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കുക്കിങ്ങൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ രാത്രി നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 പാനൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഓരോന്നും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു കഴിവുണ്ടല്ലോ സ്ത്രീകളുടെ, അതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് നുറുക്കില്ലേ, അതിൻ്റെ എന്താ പറയുക, നമ്മൾ സാധാ റവേൻ്റെ ഒരു തരിയേ ഇതിനുള്ളൂ കേട്ടോ. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. ഒരു പാന് വെച്ചിട്ട് പാന് ചൂടാകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അളവിലുള്ള ഗോതമ്പ് നുറുക്കിട്ടിട്ട് റോസ്റ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു കളർ ഇപ്പോൾ ആ യെല്ലോ കളറിൽ നിന്നൊരു വൈറ്റ് കളറിലേക്ക് വന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു സമയം വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഞാനിപ്പോൾ 3 ബൗൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, 3 കപ്പ് ആണ് എടുത്തത്. ഇപ്പോൾ 3 ഗ്ലാസ്സാണ് നിങ്ങൾ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അതിന് വെള്ളം കണക്കാക്കേണ്ടത് 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം കേട്ടോ. അത് തികച്ചും തന്നെ വേണം, എന്നാലാണ് നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്മാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. ഇനി ഞാനൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി, നിങ്ങൾക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യ് മാത്രമാണെങ്കിലും ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ രണ്ട് രീതിയിലും, അതായത് നമ്മൾ റവയില്ലേ സാധാ, അതാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ടേസ്റ്റ് കൂടും കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്താൽ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതാ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, 1-2 പച്ചമുളക്, നമ്മൾ എരിവിനായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാള ഇല്ലേ, സവാള ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക, ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോഴാണ് ആ ഒരു ഉപ്മാവിന് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. അതെന്തായാലും മസ്റ്റാണ്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ സവാളയൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, അപ്പോൾ അതാ നമ്മൾ ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ തക്കാളിയില്ലേ, തക്കാളി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇനി വഴറ്റൊന്നും വേണ്ട കേട്ടോ. സവാള വഴറ്റണം, സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അതിനുശേഷം തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അളന്ന് വെച്ചിട്ടുള്ള വെള്ളം, പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതാ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണ്ട, നമ്മൾ കുക്കറിലല്ലേ വെക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ തക്കാളി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടേ ഉള്ളൂ. സവാള സോഫ്റ്റായിട്ട് വന്നതിന് ശേഷം ഇനി ഇതാ നമ്മൾ അളന്ന് വെക്കുന്ന വെള്ളം, 3 കപ്പിന് 6 കപ്പ് വെള്ളം, അത് കണക്കാണ് കേട്ടോ. വലിയ തരിയുള്ള ഗോതമ്പ് നുറുക്കാണെങ്കിലും ഇത് തന്നെയാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. രണ്ടും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വെള്ളം കണക്ക് ഇങ്ങനെ തന്നെയാണ്, കുക്കിങ്ങിലേ വ്യത്യാസമുള്ളൂ. ഇനിയിപ്പോൾ ആ വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുന്നേ ഉപ്മാവ് ഉണ്ടാക്കിയ സമയത്ത് റെസിപ്പി പറയാതെ പോയപ്പോൾ റെസിപ്പി കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ റെസിപ്പി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് നമ്മൾ വറുത്ത് വെച്ച ഗോതമ്പ് നുറുക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടച്ച് വെച്ച്, ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു തരിയാണ്, ആ റവേൻ്റെ ആ ഒരു തരിയേ ഉള്ളൂ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം. എയർ പോയതിന് ശേഷം ഓപ്പൺ ആക്കാം. നല്ല കറക്റ്റായിട്ട് നമുക്ക് ഉപ്മാവ് കിട്ടും കേട്ടോ. ഇത് അങ്ങനെയാണ് വേവിക്കുക. ഇനി അല്ല, കുറച്ച് വലിയ തരിയുള്ള സാധാ നമ്മൾ ബെൻസി റവയൊക്കെയല്ലേ, കുറച്ച് വലിയ തരിയുള്ള ഗോതമ്പ് നുറുക്കാണെങ്കിൽ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്തിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ, ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് എയർ മൊത്തം പോയതിന് ശേഷം ഓപ്പൺ ആക്കിയാൽ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. വെള്ളമൊക്കെ കറക്റ്റ് അത്ര തന്നെയാണ് കേട്ടോ. രണ്ടിനും എടുക്കേണ്ടത് കറക്റ്റ് വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ടാവും. അപ്പോൾ രണ്ടിൻ്റെയും കുക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല കറക്റ്റായിട്ടുള്ള ഉപ്മാവ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക, വെജീസ്, ബീൻസ്, അങ്ങനത്തെ എന്തും വേണേൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കോമൺ ആയിട്ട് ഈ 2 സാധനം മാത്രമേ ചേർക്കുള്ളൂ കേട്ടോ, ഉള്ളിയും തക്കാളിയും മാത്രം. നല്ല ടേസ്റ്റായി ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് കറിയോ ഒന്നും നമുക്കിവിടെ ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒരു എഗ്ഗ് ഓംലെറ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ. കട്ടൻ ചായൻ്റെ കൂടെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഉപ്മാവ് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം ആക്കിയത്, പണികളൊക്കെ പിന്നെ അതിന് ശേഷം പണികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് എൻ്റെ മൂത്തമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ദിവസം മുമ്പെടുത്ത വീഡിയോ ആണേ. മൂത്തമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മരിച്ച വീട്ടിലേക്ക്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാണ്ട്. അപ്പോൾ ഇതിപ്പോൾ വെങ്കപ്പള്ളി എൻ്റെ വീടിൻ്റെ അടുത്തേപ്പോൾ ജസ്റ്റ് നിർത്തി നോക്കിയതാണ് കേട്ടോ. അവരൊക്കെ പോയിട്ടുണ്ട് എപ്പോഴോ. അപ്പോൾ ഞങ്ങളിതാ എൻ്റെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണ് കേട്ടോ ഇത് വെങ്കപ്പള്ളി. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. എന്നിട്ടിതാ നമ്മൾ പോവുകയാണ്. അപ്പോൾ അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പൊഴുതനയാണ് കേട്ടോ. പൊഴുതന മയിലുംപാത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ വെങ്ങപ്പള്ളി ആനൂത്ത് റോഡ്, ആ റോഡ് ഇവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും, അതാട്ടോ പറഞ്ഞത്. അപ്പോൾ ആ വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്, പൊഴുതനയ്ക്ക് പോകുന്ന ആ റോഡിന്. അപ്പോൾ ഇതിലേ പോകുമ്പോൾ ഇപ്രാവശ്യത്തെ വെള്ളം കയറിയ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ നമുക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും, ഇങ്ങനെ വെള്ളം കയറി ഇറങ്ങിപ്പോയ സ്ഥലങ്ങളൊക്കെ. ഈ ഭാഗമാട്ടോ എൻ്റെ ചെറിയ ആങ്ങളുടെ വീട്ടിലേക്ക് ഇതിലേ കേട്ടോ പോവുക. അപ്പോൾ വീട് കഴിഞ്ഞിട്ട് ഇത്ര ദൂരമേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാൻ. ആ വഴി പോയി കഴിഞ്ഞാൽ ചെറിയ ആങ്ങളുടെ വീടാണ്. അപ്പോൾ നമ്മൾ 4 മണിക്ക് എണീക്കുന്ന സമയത്ത് കുറേ പേർക്കുള്ള ഡൗട്ടാണ്, അതിന് ശേഷം പിന്നെ കിടക്കൂലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിന് ശേഷം അപ്പം കിടക്കൂല. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരത്തെ കിടക്കുകയാണെങ്കിൽ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉറക്കം വരിക, ഫ്രീ ആണെങ്കിൽ ആ ഒരു സമയത്ത് കിടന്നുറങ്ങലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം എന്തായാലും കിടക്കും. എന്നാലും കേട്ടോ നമ്മൾ അടുത്ത ദിവസം നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഉറക്ക ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കഴിയില്ലല്ലോ, എണീക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇത് എൻ്റെ ഉപ്പാൻ്റെ വാഴ വെച്ച സ്ഥലം കേട്ടോ. ഇത് ഉപ്പാൻ്റെ വാഴയാണിത്. ജസ്റ്റ് അതിലൂടെ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടൊക്കെ ശരിക്കും ഇങ്ങനെ മലയാണ് കേട്ടോ. ഇങ്ങനെ ഇതുകൊണ്ട് കുന്നും മലകളും ഒക്കെ ഉള്ള. നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ജംഷീൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമുണ്ടോ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ അതായത് ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മളെ ഫുൾ ഏരിയ അങ്ങനെയൊക്കെ തന്നെയാണ്, കുന്നും മലകളൊക്കെയാണ് ഫുൾ വയനാടുള്ളത്. പക്ഷേ ഇവിടെയൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് വെള്ളം കയറും അത്രയൊക്കെ ഉള്ളതാ. ഇവിടെയൊക്കെ കണ്ടോ വെള്ളം കയറിയിട്ട് ഇറങ്ങിയ ആ ഒരു ഇതാട്ടോ, ആ ഒരു ഇങ്ങനെ ചെളി, ഒരു മണ്ണിൻ്റെ ചെളിയൊക്കെ കാണുന്നില്ലേ. അപ്പോൾ ആ പള്ളിയില്ലേ, അതൊരു പള്ളിയാണ്. ആ പള്ളീൻ്റെ ആ കല്ലിൻ്റെ കെട്ടില്ലേ, കല്ലിൻ്റെ കെട്ട് വരെ അതിങ്ങനെ മൂടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇപ്രാവശ്യത്തെ ആ ഒരു പ്രളയം ആ ഒരു സമയത്തുള്ള ഇതൊക്കെ കണ്ടോ, ഇവിടേക്ക് ഇങ്ങനെ ഇതെല്ലാം മൂടി ഇട്ടുണ്ടായിരുന്നു. ഇവിടെ പുഴയുണ്ട് കേട്ടോ. പുഴയിൽ നിന്നാണ് നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ് വെള്ളം കയറുന്നത്. പുഴയുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഈ കാപ്പി ഈ ഒരു തോട്ടമൊക്കെ കണ്ടോ, അതൊക്കെ ഇങ്ങനെ വെള്ളത്തിനടിയിലായിരുന്നു കേട്ടോ. അതാണ് അങ്ങനെ ചെളി ഒക്കെ ഇങ്ങനെ ആയിട്ടുള്ളത്. ഇലയിലൊക്കെ ചെടി ഉണ്ടല്ലോ, കളർ ചേഞ്ച് മനസ്സിലാവുന്നില്ലേ. അടുത്ത് പുഴയുണ്ട്. ആ പുഴയിൽ നിന്നാട്ടെ ഇങ്ങോട്ടേക്ക് വെള്ളം കയറും. ഈ ഭാഗത്തേക്കും കയറും, അപ്പുറത്തെ ഭാഗത്തേക്കും കയറും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഭാഗമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. വെള്ളം കയറി ഇറങ്ങിയ ഒരു പ്രദേശമാണ് അതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെയായിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മൾ 6 മൈലിലേക്ക് പോയത്. പിന്നെ 6 മൈലിൽ നിന്ന് നമ്മൾ വെങ്ങപ്പള്ളിയിലേക്ക് വന്നു. അങ്ങനെ 6 മൈൽ കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് ഉരുൾപൊട്ടിയ സ്ഥലമാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഉരുൾപൊട്ടിയ സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് ആ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ വെങ്ങപ്പള്ളിയിൽ വീടെടുത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. അവിടെ പ്രശ്നമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്ത് തന്നെയാണ്. വെള്ളത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ മല അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഉരുൾപൊട്ടലിൻ്റെ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ആ പുഴ കണ്ടില്ല, ആ പുഴയിൽ നിന്നാണ് കേട്ടോ വെള്ളം കയറുന്നത്. ഈ ഭാഗത്തേക്കും അപ്പുറത്തെ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറുന്നത് അങ്ങനെയാണ്. ഈ പുഴ അങ്ങനെയും ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തെല്ലാം ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൊഴുതന കഴിഞ്ഞു, മയിലുംപാത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഇതിലൂടിയാട്ടോ നമ്മൾ പോവുക. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ നേരെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഈ പാലം വരുന്നത് പണ്ട് എൻ്റെയൊക്കെ ചെറുതിൽ ഇതും മരത്തടിയും കൊണ്ടുള്ള പാലമായിരുന്നു കേട്ടോ. പലക വെച്ചിട്ടുള്ള പാലമായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ മഴയൊക്കെ ആകുമ്പോൾ ശരിക്കും അതിങ്ങനെ ആ പാലിങ്ങനെ മുട്ടി, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വെള്ളം ഇങ്ങനെ മുട്ടി നിൽക്കും. അത്രയും വെള്ളം ഉണ്ടാവും കേട്ടോ ഇവിടെ. മുട്ടക്കൊക്കെ വെള്ളം കയറലുണ്ട്. നമ്മൾ ചെറുതിൽ ആ പലക ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ പലക പോയിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ചാടി കിടന്നിട്ടാണ് നമ്മൾ ഈ പാലം കിടന്നിട്ട് ഒരു അടിയിൽ വെള്ളം ഉണ്ടാവും. നല്ല പേടിയായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ പിന്നെ നല്ല അടിപൊളി കോൺക്രീറ്റിൻ്റെ പാലം ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സേഫാണ് എന്തായാലും. ഇതാണ് കേട്ടോ മയിലുംപാത്തി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഏറെക്കുറെ നമ്മളെ കുടുംബങ്ങളാണുള്ളത്. കുടുംബം എന്ന് പറഞ്ഞാൽ പോരാ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഉപ്പാൻ്റെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ. ഉപ്പാൻ്റെ ഏട്ടൻ ഇപ്പം ഇല്ല, മക്കളൊക്കെ അവിടെ അടുത്തടുത്ത് തന്നെയാണ് വീടുള്ളത്. ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉമ്മാൻ്റെ തറവാട് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് കേട്ടോ, ഇത് ഉപ്പാൻ്റെ ഏട്ടൻ്റെ മക്കളെ വീടാണ് ഓരോന്നും. അപ്പോൾ ഇവിടെയായിരുന്നു തറവാട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പണ്ട്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് അതിൻ്റെ ചുറ്റിലും അവരെ മക്കളുടെ ഏട്ടൻ്റെ മക്കളെ വീടാണ് ഇതൊക്കെ. കംപ്ലീറ്റ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ജസ്റ്റ് ഇതിൽ പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് പോയതാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് വരുന്നത് തറവാടാണ്, ഉമ്മാൻ്റെ വീട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ ഒന്ന് സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ടുണ്ട്, ഉമ്മ എൻ്റെ കൂടെ ഉണ്ട്.
ഉമ്മ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മാനെ പിടിച്ച് വെച്ചതാണ്. പക്ഷേ നാത്തുമാരും ആങ്ങളെയും ഒക്കെ പോയിട്ട് അവർക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. നമ്മൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതിൻ്റെ ചുറ്റിലും ഞാൻ കാണിക്കുന്ന വീടുകളിലെ ഇതൊക്കെ ഇപ്പോൾ മൂത്തമ്മാൻ്റെ മക്കളെ വീടാണ് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ എല്ലാവരെയും വീട് ഇതിനോട് ചേർന്നിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഇവിടെ തന്നെയാണ് എൻ്റെ ഏട്ടത്തി, ഞാൻ പറഞ്ഞിട്ടില്ല മരിച്ചു, അത് ആ കാണുന്ന വൈറ്റ് വീടല്ലേ, അതാണ് എൻ്റെ മരിച്ച ഏട്ടത്തീൻ്റെ വീട് കേട്ടോ. ഏട്ടത്തിനെ കെട്ടിച്ച വീട് അതായിരുന്നു. കുറേ പേര് ചോദിക്കലുണ്ട്. പിന്നെ ഇതാ ഇതില്ലേ ആ ഗ്രീൻ, അതാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്. ഉമ്മ വീട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്മോനും മക്കളും ഭാര്യ മക്കളാണ് അവിടെ ഉള്ളത്. തറവാടാണ് കേട്ടോ അത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടത്തി മരിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓർക്കാൻ, അങ്ങനെ ഒരു മരണമായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടാവില്ലേ, അതിൽപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു കാര്യമേ ഉള്ളൂ, അതാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ചോദിക്കുമ്പോൾ തരാത്തത്. അങ്ങനെ അപ്പോൾ ഇതാ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നല്ല രസമാട്ടോ ഇവിടെ കാണാൻ. പണ്ടൊന്നും ഇത് ആസ്വദിക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ. കാര്യം നമ്മൾ ഇവിടെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഇതിലൊന്നും ഒരു കാര്യമില്ല, ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കുക പോലും ഇല്ല. പക്ഷേ ഇപ്പം ഇല്ലേ, ഇപ്പോൾ ഇവിടെ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് പോകുന്ന സമയത്ത് ഇതൊക്കെ നോക്കി നിൽക്കും. ഇഷ്ടമാണ് ഇത് കാണുന്ന സമയത്ത് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അത് കാണുമ്പോൾ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനിയിപ്പോൾ ഇതാ വീട്ടിൽ വന്ന് ഇപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. നമ്മൾ ഉച്ചക്കാണ് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ വൈകുന്നേരം കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനും റഫീക്കും ചെടിയിൽ കുറച്ച് പണിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റഫീക്ക ഉള്ള ദിവസം നമ്മൾ രണ്ടാളും ഇങ്ങനെ ഒരുമിച്ച് ഇറങ്ങും കുറച്ച് സമയം. അപ്പോൾ നമ്മൾ ആന്തൂറിയം കുറച്ചൊരു 4-5 കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. എല്ലാം ഏകദേശം എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇത് കണ്ടില്ലേ, ഇവിടെ ഞാൻ കവറിൽ വെച്ചതില്ലേ, അപ്പോൾ അതൊക്കെ കവറിൽ നിന്ന് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ചട്ടിയിലേക്ക് വെക്കണം. കുറച്ച് ചട്ടി ഒന്ന് കഴുകി ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു പണിയൊക്കെയാണ് ഇന്നുള്ളത്. അപ്പോൾ അതങ്ങോട്ട് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആന്തൂര്യത്തിൻ്റെ കംപ്ലീറ്റ് പണികളും കഴിയും. ഈ ഒരു മഴ കഴിയുമ്പോഴത്തേക്കാണ് നമ്മളതൊക്കെ ശരിയാക്കി എടുക്കുക കേട്ടോ. ആന്തൂര്യത്തിന് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കൊല്ലം നമ്മൾ ശരിയാക്കേണ്ട കാര്യമില്ല. അതിങ്ങനെ നിറഞ്ഞു വരുന്ന സമയത്ത്, അതായത് വൃത്തികേടാകുമ്പോൾ നമുക്ക് പ്ലാന്റ് കണ്ടാൽ അറിയില്ല, വൃത്തികേടാകുന്ന സമയത്ത് അതൊന്ന് പിരിച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പിരിച്ച് മാറ്റി വെച്ചു, എല്ലാം മാറ്റി വെച്ചു. ഇനി ഒരു 2 കൊല്ലത്തിന് അങ്ങോട്ടേക്ക് നോക്കുകയേ വേണ്ട, നല്ല റെഡിയായിട്ട്. പിന്നെ സാവധാനത്തിലാണ് ആന്തൂറിയം പൂവൊക്കെ സെറ്റായി ലീഫൊക്കെ പതുക്കെയാണ് വരിക. ലീഫും ഫ്ലവറും ഒക്കെ നമ്മൾ പറിച്ച് മാറ്റി ഒരു 2 ലീഫൊക്കെ ഉള്ള സംഭവമായിരിക്കും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാകുക. പിന്നീട് അതിങ്ങനെ ലീഫെല്ലാം കൂടി ഫ്ലവറൊക്കെ സെറ്റായിട്ട് വരണമെങ്കിൽ സമയമെടുക്കും കേട്ടോ. അതായത് ആദ്യത്തെ എൻ്റെ ആന്തൂറിയത്തിൻ്റെ പ്ലാന്റിലേക്ക് എത്തണമെങ്കിൽ സമയം പിടിച്ചിട്ട് തന്നെയാണ് ഇത് വളരുള്ളൂ കേട്ടോ. പെട്ടെന്ന് ആന്തൂര്യത്തിനൊരു വളർച്ച നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നന്നാകുന്നില്ലല്ലോ അങ്ങനെ വിചാരിച്ച് കളഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ ആന്തൂര്യം ചട്ടി നിറക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചണ്ടിയില്ലേ, അതായത് ഇലയൊക്കെ വീണ് ഇങ്ങനെ ആയിട്ട് കിടക്കുമല്ലോ, വേസ്റ്റായിട്ട് കിടക്കുമല്ലോ നമ്മൾ തോട്ടത്തിനുള്ളിൽ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കാണുന്ന ആന്തൂര്യം നിറക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റഫീക്ക് അതൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇത് ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇവിടെ കുറച്ച് ചെടികൾ, പക്ഷേ മഴയൊക്കെ ആയപ്പോൾ അത് നല്ല ശരിയായി. അതിൽ കുറച്ച് കൂടുതൽ തൈകളൊക്കെ വന്ന് നല്ല സെറ്റായിട്ടൊരു 4-5 പ്ലാന്റുകൾ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ട, ഇതും അതുപോലെ തന്നെ ഞാൻ നാശമായപ്പോൾ മാറ്റാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്. പിരിച്ചിട്ട് വേറെ വെക്കണം അങ്ങനെ കൊണ്ടുവച്ചതാണ്. പക്ഷേ അത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇതെടുത്തിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ. മഴ തീരുമ്പോഴത്തേക്ക് എല്ലാം ഉണ്ട്. നമ്മൾ ആദ്യം എന്ന് പറയുമ്പോൾ ഞാൻ ചെടി അങ്ങ് സെറ്റാക്കാൻ നിന്നാൽ ആ ഒരു ദിവസം പണികളൊക്കെ രാവിലെ തീർത്തിട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ചെടികൾ പ്ലാന്റൊക്കെ ചട്ടിയിലേക്ക് നിറച്ച് ചട്ടിയൊക്കെ കഴുകി ആ ഒരു ഭാഗം അങ്ങ് ഇപ്പോൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതങ്ങ് തീർത്ത് റെഡിയാക്കിയിട്ട് അങ്ങ് പോകും. പക്ഷെ ഇപ്പോൾ വീഡിയോയും കാര്യങ്ങളും യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ പണി ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കുറച്ച് നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഇപ്പോൾ 2 പ്ലാന്റ് സെറ്റാക്കും, അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും കുറച്ച് ഇങ്ങനെ പെൻഡിങ് കിടക്കും. പിന്നെ റഫീഖയ്ക്ക് ഒഴിവുള്ള സമയത്ത് റഫീഖയും ചെയ്തു തരും. മണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി തന്നാൽ നമുക്ക് പിന്നെ വേഗം പ്ലാന്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഇതൊക്കെ ആന്തോറിയം സെറ്റാക്കിയതാണ് കേട്ടോ. നമ്മൾ മാറ്റി വെച്ചതായിരുന്നു. ഇതൊക്കെ ഇനി ചട്ടിയിലേക്ക് അങ്ങ് ഇറക്കി കൊടുക്കാനേ ഉള്ളൂ. ഒക്കെ നല്ലോണം പിടിച്ച് ലീഫും അതുപോലെ തന്നെ ഫ്ലവറൊക്കെ ഇടാൻ തുടങ്ങിയിട്ടാ.
അതാ കുറച്ച് തൈകളും അതൊക്കെ കുഞ്ഞി ആന്തൂറിയില്ലേ അതിൻ്റെ തൈകളാട്ടോ അതൊക്കെ ആ കുഞ്ഞു കുഞ്ഞു കാണുന്നത്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് റഫീഖ ചകിരിയെല്ലാം വെട്ടിയെടുക്കുന്നുണ്ട്. സാധാരണ നമ്മളെ തേങ്ങേൻ്റെ ചകിരിയില്ല അതിൽ നിന്ന് ചകിരിച്ചോറല്ല കേട്ടോ. നമുക്ക് ചകിരിച്ചോറിനേക്കാളും ഒന്നുകൂടെ ആന്തൂര് പെർഫെക്റ്റായിട്ട് കിട്ടൽ ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ. അപ്പോൾ നമ്മളധികവും ഇങ്ങനെ തന്നെ ഇപ്രാവശ്യം എല്ലാം അധികം എണ്ണം ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് നിറച്ചത്. ആ ഒരു സമയത്ത് കുറച്ച് പ്ലാന്റൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ റഫീഖ അത് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കട്ടെ. അപ്പോൾ മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇനിയുള്ളൂ. അപ്പോഴത്തേക്കും തീർന്ന് അകത്തേക്ക് കയറണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്ലാന്റിനോട് ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ വേറെ പ്ലാന്റൊക്കെ മാറ്റി നടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് ആ ഒരു മഴ പോകുന്നതോട് കൂടിയിട്ട് നവംബർ, ഡിസംബർ, ജനുവരി ഒക്കെ ആവുന്നതോട് കൂടിയിട്ട് നമ്മളെ കയ്യിൽ നല്ല കറക്റ്റായി നല്ല ഫ്രഷ് പ്ലാന്റുകൾ ഉണ്ടാവും. കുറച്ച് റിസ്ക് നമ്മൾ എടുക്കണം. പക്ഷെ ഇതിപ്പോൾ നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഫ്രീ അല്ലേ, ഫ്രീ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഫ്രീ ടൈമിൽ നിൽക്കുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാ ജസ്റ്റ് അതൊന്ന് ഫില്ല് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ആ ചകിരിയില്ലേ അടിയിൽ കുറച്ച് ഒരു പിടി മണ്ണാട്ടോ നമ്മളെടുക്കുക. ഒരു പിടി മണ്ണും കുറച്ച് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും കൂടെ കൂട്ടിയിട്ട് ഒരു 2 പിടി ഇട്ട് കൊടുക്കും അതിൻ്റെ സെൻറ്ററിലേക്ക്. ആ പ്ലാന്റ് വെക്കുന്ന ആ ഒരു സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കും. അതിൻ്റെ അടിയിൽ ഈ ചണ്ടിയില്ലേ അതിട്ട് കൊടുക്കും. എന്നിട്ട് അതങ്ങ് ആന്തൂറിയം വെച്ചൊന്ന് ഫില്ലാക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ചണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ചകിരി നമ്മൾ കട്ട് ചെയ്ത ചകിരിയില്ലേ അതങ്ങ് ഇട്ടിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ ഞാൻ കുറേ തവണ കാണിച്ചിട്ടുണ്ട് ആന്തൂറിയം പ്ലാന്റ് ചെയ്യുന്നത്. എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന് എന്തായാലും അറിയാൻ കഴിയും. അവർ സ്ഥിരം ഫോളോ ചെയ്യുമ്പോഴാട്ടോ നിങ്ങൾ ചോദിച്ച ഡൗട്ടുകളൊക്കെ നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കാണിക്കാൻ പോകുന്നതാണ്. പക്ഷെ നിങ്ങൾ വീഡിയോ മിസ്സാക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത ചകിരിയില്ല അത് അടിയിലിട്ട് കൊടുക്കും. എന്നിട്ട് 2 പിടി ഞാൻ പറഞ്ഞതുപോലത്തെ മണ്ണ് ഈ ആന്തൂറിയം വെക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് വെച്ചിട്ട് അത് ഫില്ലാക്കി കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചകിരി വെറുതെ വെച്ച് കൊടുക്കും കേട്ടോ. അത്രയും ചെയ്താൽ മതി, വേറൊന്നും ഈ ആന്തൂറിയത്തിന് ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ എൻ്റെ ആന്തൂറി ഫുള്ള് നല്ല ഫ്ലവറായിട്ട് നിൽക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇനി മഴയൊക്കെ കഴിയുമ്പോൾ ചാണകമൊക്കെ കലക്കി വെച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം, നിങ്ങളപ്പോൾ ഫോളോ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് പ്ലാന്റൊക്കെ ചട്ടിയൊക്കെ കഴുകാനുണ്ടായി. അപ്പോൾ അതൊക്കെ ചട്ടിയൊക്കെ ഒന്ന് കഴുകി ഇതാ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അപ്പുറത്തെ സ്റ്റാൻഡിലേക്ക് കൊണ്ടുവെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.